എനിക്ക് ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം ഇതിനകത്തിപ്പോൾ ജയനെ ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്കൂട്ടറിൻ്റെ പുറകിലിരുത്തി കൊണ്ട് നടക്കുന്ന ആ പോസ്റ്റർ കണ്ടിട്ട് എന്നോട് പറഞ്ഞ് പുള്ളിയുടെ അമ്മാവൻ്റെ മകനെ ഇതുപോലെ ബ്ലൈൻഡാണ്, സ്കൂട്ടറിൻ്റെ പുറകിൽ ഇരുത്തി പുള്ളി കൊണ്ട് നടക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം. ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കാണാത്ത കഥാപാത്രങ്ങളൊന്നുമില്ല. ഇതിനകത്തെല്ലാം നമ്മൾ ജീവിതത്തിൽ കണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ജയൻ്റെ തന്നെ നമ്മൾ എത്രയോ അന്ന് കണ്ണു കാണാത്ത എത്രയോ പേരെ നമ്മൾ റോഡിലും ഒക്കെ കാണും. പക്ഷെ അവരുടെ ലൈഫിലേക്ക് ഒന്ന് കുറച്ചുകൂടെ അടുത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ഇതിൽ പറഞ്ഞ് ജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന് സാമ്യമുള്ള കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി ഇതിൽ ജയൻ ഒരു ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്, ആ ക്യാരക്ടറിന് ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇതിനകത്തേക്ക് വന്ന് പെട്ടതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നൊരു കഥ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു കഥയാണ്. റോമൻസ് എന്ന് പറയുന്ന ചിത്രം ഒരു ഫൺ എൻ്റർടൈനർ, ഇതൊരു ഫാമിലിയാണ്. അതും ഫാമിലി മൂവിയാണ്. എന്നപോലെ അതിനകത്ത് ഫണ്ണാണ് മുഴച്ചു നിൽക്കുന്നത്. ഇതിനകത്തൊരു കുടുംബ ബന്ധങ്ങൾക്കും കുടുംബ പ്രേക്ഷകരെയും കൂടെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പോക്ക്. ഇതിനകത്തും ഉണ്ട് തമാശകളും ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു രീതിക്ക് ഒരു ഫാമിലി ടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ റോമൻസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചും പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ഇപ്പോൾ ഒരു പടം വലുതായിട്ട് ഹിറ്റാകുമ്പോൾ അതിൻ്റെ ഒരു ലോഡ് എന്തായാലും അടുത്ത പടത്തിന് സംവിധായകൻ അനുഭവിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ലോഡ് ഞാൻ ഈ സിനിമയിലും അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ സിനിമയും അതുപോലെ വിജയമാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ സിനിമയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. അത് വിജയമാവട്ടെ, അത് പ്രേക്ഷകരുടെ കയ്യിലാണ്. അവർ കണ്ടെത്തി ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടെ ഈ സിനിമ. ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ചിത്രങ്ങൾ തന്നെയാണ്. ഇപ്പം ഇവൻ താരതമ്യം ചെയ്യല്ല, എന്നാൽ പോലും ഒരു 87 അല്ലെ 86, 87 കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് പത്മനാഭ സാറൻ, ഭാരതൻ സാറിൻ്റെയൊക്കെ അന്നിറങ്ങുന്ന കമേഴ്ഷ്യൽ സിനിമകളിൽ നിന്ന് ഓപ്പോസിറ്റ് സിനിമകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അന്നത് ന്യൂ ജനറേഷൻ എന്നുള്ള പേരിട്ട് വിളിച്ചില്ലെങ്കിൽ പോലും ഇന്ന് ചിലപ്പോൾ അതിനെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് അന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന സിനിമകളാണ്. അപ്പം എല്ലാ കാലഘട്ടത്തിലും എല്ലാത്തരം പ്രേക്ഷകരെയും മുൻനിർത്തി സിനിമകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ യൂത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 2 സിനിമ യൂത്തിൻ്റെ പടം വിജയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകരും ആ ഒരു ലെവലിലേക്ക് പോകും. ഇപ്പം അതിനിടയിൽ ഒരു കുടുംബചിത്രം വിജയിക്കുമ്പോൾ എല്ലാവരും കുടുംബചിത്രങ്ങളിലേക്ക് പോകും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പം നമ്മൾ ഇന്ന് വരെ ഒരിടത്തും ഒരു ഭാഷയിലും ഒരു ട്രെൻഡും നിലനിന്ന് പോയിട്ടില്ല എന്ന് പറയുന്ന പോലെ മലയാളത്തിലെ ഒരു പ്രധാന കാര്യം കുടുംബ പ്രേക്ഷകർ എപ്പോഴും ബേസ് ഉണ്ട്. അതിനിടയിൽ ഇതുപോലെയുള്ള ഈ പറയുന്ന നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്ന ചിത്രങ്ങൾ വിജയിക്കുമെങ്കിൽ പോലും കുടുംബമായിട്ട് എന്നും സിനിമ കാണാൻ എല്ലാവരും റെഡിയാണ്. അവർക്ക് വേണ്ടി ഒരു സിനിമ വന്നാൽ അവർ വന്ന് തിയേറ്ററിൽ കാണും. അല്ല, കമേഴ്ഷ്യൽ വിജയത്തിന് ഇതൊക്കെ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇപ്പം കുട്ടികളുടെ ചിത്രം വിജയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ഇങ്ങനെയുള്ള അശ്ലീലങ്ങളുണ്ടായിട്ടാണോ? അല്ലല്ലോ. അപ്പം അതിനൊരിക്കലും ഞാൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ 3 ചിത്രങ്ങളും കുടുംബമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന, ഇനിയും ചെയ്യാൻ പോകുന്നത് ഫാമിലി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ കുട്ടികൾ, അവർക്കും നാളെ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ അവർക്കും എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ ഒരു സിനിമയാണ് ഉണ്ടാക്കിയെന്ന് തോന്നാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ ചിത്രങ്ങൾ എല്ലാം കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ചിത്രങ്ങൾ തന്നെയായിരിക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഇനിയും റോമൻസ് പോലെയുള്ള ചിത്രങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധിതനാകുമ്പോൾ ഈ പറയുന്ന ഓരോ ഫോക്കസിലേക്ക് നമ്മൾ പെട്ടുപോകും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു എഴുത്തുകാരൻ, പുതിയൊരു പശ്ചാത്തലം നമുക്ക് കിട്ടുമ്പോൾ നമ്മളാണ് വളരുന്നത്. നമ്മുടെ ചിന്തകളും നമ്മുടെ ഈ പറയുന്ന എക്സ്പീരിയൻസും നമുക്ക് കൂടുക ചെയ്യുന്നു. അല്ല, നമ്മൾ ഒരു ചുറ്റുവട്ടത്ത് തന്നെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ഒരുപക്ഷെ കൂടുതൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. പുതിയൊരു എഴുത്തുകാരൻ വരുമ്പോൾ അയാളിലുള്ള കുറേ കാര്യങ്ങളും കൂടെ നമുക്ക് കിട്ടുമല്ലോ. അപ്പം ഞാനെപ്പോഴും ഇപ്പോൾ അടുത്ത ഏത് പടമായാലും വേറൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ വേറെ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കും. കാരണം ഒരു പ്രത്യേകം കാര്യം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ആരുമായിട്ട് ഞാൻ അങ്ങനെ ഒരു ദ്വീപുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ടീമുണ്ടാക്കി മാറിയിട്ടില്ല. എനിക്ക് ഇപ്പം എൻ്റെ ആദ്യത്തെ സിനിമ ജനപ്രിയൻ ആയിരുന്നു. ജനപ്രിയൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജനപ്രിയൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഈ പറയുന്ന പോലെയുള്ള ഒരു ഇൻസൾട്ടിങ്ങോ അല്ലെങ്കിൽ നമ്മൾ സീരിയലിൽ നിന്ന് വന്നതാണെന്നുള്ളൊരു രീതിയിലോ ഒന്നും എന്നോട് ഇതുവരെ ആരും പെരുമാറിയിട്ടില്ല. ഒരു ടെക്നീഷ്യൻ ആയാലും ശരി, ഒരു ആർട്ടിസ്റ്റ് ആയാലും ശരി, എല്ലാവരും വളരെ ഇപ്പം നമ്മൾ കറക്റ്റാണ്. നമ്മൾ മറ്റു കാര്യങ്ങൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഇതുവരെ ഈ ചിത്രത്തിന് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പടം 2 പടം കഴിഞ്ഞ് വന്നതുകൊണ്ട്
ഈ ചിത്രത്തിൽ അങ്ങനെ അഭിനയിക്കാനോ അല്ല അഭിനയിക്കാൻ വരുന്നവരോ ഒന്നും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വേർതിരിവൊന്നും എനിക്ക് ഇതുവരെ ആരിൽ നിന്നും. പിന്നെ എനിക്ക് സംഭവിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു സിനിമയുടെ സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് പലരിൽ നിന്നും നമുക്ക് പിന്നെ ഇൻസൾട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാകും. ഈ സിനിമയിൽ വന്ന് അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ നോക്കുന്നത് സിനിമയാണ്. പക്ഷേ എങ്കിലും നമ്മൾ സാറ്റലൈറ്റിൻ്റെ അല്ലെ സാറ്റലൈറ്റ് റൈറ്റിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു നിർമ്മാതാവ് തിയേറ്ററിൽ സിനിമ വന്ന് എത്ര കളക്ട് ചെയ്ത് വരുമെന്നുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്ന ആ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഭാഗ്യമാണ്. ഒരു റിസ്ക് ഫാക്റ്റ് ഭയങ്കരമായിട്ടങ്ങ് കുറയും. പിന്നെ അത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാതെ ഈ സാറ്റലൈറ്റ് മാത്രം കണ്ട് സിനിമ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഈ അടുത്തിടെ വന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സാറ്റലൈറ്റ് വേണം എന്ന് കരുതി നമുക്ക് സാറ്റലൈറ്റ് ഉണ്ടെന്ന് കരുതി എന്തെങ്കിലും കാണിച്ചൊരു സിനിമ തീർക്കുക എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് മാറ്റുക. പകരം ഇത് ടി വിയിൽ വരണം, ടി വിയിലും ഹിറ്റാവണം എന്നുള്ള ആഗ്രഹത്തോടെ സിനിമ ചെയ്താൽ ഒരുപക്ഷെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ചാനലിൽ നിന്നും ഉണ്ടാവില്ല, ഒരു നിർമ്മാതാക്കളും അത് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. ഇതിപ്പോൾ പകരം ചാനലിൽ നിന്നുള്ള സാറ്റലൈറ്റ് മാത്രം നോക്കി സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് പക്ഷേ ഒരിക്കലും എനിക്ക് അതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സിനിമ വേറെ, സാറ്റലൈറ്റ് കിട്ടുക എന്നുള്ളത് അത് പിന്നീടുള്ള കാര്യം. അത് ആ സിനിമയുടെ ഗുണവും അതിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് കിട്ടട്ടെ.